Today we read from Psalm. സങ്കീർത്തനം 27 ആണ്. We read from Psalm 27. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 27. It is a blessed psalm. Psalm 27 is a blessed psalm that we've read from. ഇത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷക്തനായിരുന്ന ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. This psalm was written by David, whom the Lord describes as a man after his own heart and the Lord's anointed one. ഭയമില്ലാതെ ശ്രദ്ധിക്കണേ, ഭയമില്ലാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ പറ്റിയാണ് ഈ സങ്കീർത്തനം പറയുന്നത്. This psalm describes how to trust in the Lord fearlessly. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭയം. അത് ഭയങ്കര വലിയ വിഷയം. അതല്ല എൻ്റെ ടോപ്പിക്ക്. ഭയം എന്നുള്ളത് വലിയ മനുഷ്യനെ കവർന്നു ചെല്ലുന്ന വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. If you look at fear, it is an emotion that dominates many people. ഞാൻ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഏകദേശം 14 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിൽ നിന്ന് 2-3 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് വേഗത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. I want to highlight 2 or 3 items from this psalm which has 14 verses and take my seat once again. അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗം ദയവായി ദൈവസന്നിധിയിൽ വായിച്ചാട്ടെ. Could someone read verses 1 to 3 please? യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം. ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായി ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. The Lord is my light and my salvation. Whom shall I fear? The Lord is the strength of my life. Of whom shall I be afraid? When the wicked came against me to eat up my flesh, my enemies and foes, they stumbled and fell. Though an army may encamp against me, my heart shall not fear. Though war may rise against me, in this I will be confident. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം. ഞാൻ ആരെ പേടിക്കും? The Lord is my light and my salvation. Whom shall I fear? The Lord is the strength of my life. Of whom shall I be afraid? നമ്മളെല്ലാവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. We all put our confidence in the Lord. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കർത്താവിനെ പല രീതിയിലാണ് ആശ്രയിക്കുന്നത്. In our walk of life, we depend on the Lord in many different ways. ഇവിടെ ദാവീദിൻ്റെ വലിയ ഒരു പ്രത്യാശയാണ് ഒന്നാമത്തെ ആ ഒരു വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. Here in verse 1 we can see the great hope that the Lord puts in the Lord. ഇവിടെ പറയുകയാണ് യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകും. Here David says emphatically that the Lord is my light and my salvation. പ്രശ്നങ്ങൾ കടന്നു വരത്തില്ല എന്നൊന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നില്ല. I do not see anywhere in the Bible which says that no trouble will come in your life. കർത്താവ് പറയുന്ന ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് നിശ്ചയമായിട്ട് എന്ത് വരും? കഷ്ടവും ദുഃഖവും ഭാരവും രോഗവും പ്രയാസങ്ങളും എല്ലാം വരും. ശ്രദ്ധിക്കുക, അവിടെയൊക്കെ ഇവിടെ പ്രത്യേകിച്ച് ഈ സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ പ്രശ്നമില്ലായിരുന്നോ? തൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഒഴിഞ്ഞിട്ട് ഒരു ദിവസം ഇല്ലായിരുന്നു. ഇനി പോട്ടെ, ഇദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ നോക്കിയോ, പ്രശ്നമില്ലായിരുന്നോ? ദാവീദിൻ്റെ പിതാക്കന്മാരെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ പഴയ നിയമത്തിൽ. പ്രശ്നമില്ലായിരുന്നോ? പോകുന്നിടത്തൊക്കെ വരുന്നിടത്തൊക്കെ ആദമിൻ്റെ ജീവിതം നോക്കി ഇങ്ങോട്ട് പഠിച്ചാൽ ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പ്രശ്നം വരത്തില്ല എന്നുള്ളതല്ല, ആ പ്രശ്നത്തെ നീ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് വിഷയം. Here we can see that even our Lord Jesus Christ said, in this world you will have trouble, but be of good courage, for I have conquered it. So if we look into the life of King David, he had no end of trouble. And even if we look into the life of his forebearers, from Adam onwards, they all went through various periods of trouble and difficulties. So there is no guarantee that you will have no trouble in life, but rather it is your approach to the difficulties and troubles that you face in life that defines you. ഈ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നാം ദൈവസന്നിധിയിൽ പഠിക്കുമ്പോൾ ഈ വിശുദ്ധ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പ്രസംഗിക്കുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ വായിക്കുന്നതുമായ അല്ലെങ്കിൽ നമ്മൾ അംഗീകരിച്ചതുമായ ഈ തിരുവചന ഭാഗത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം.
When we read verses 1 to 3 of this psalm, we should understand that we must demonstrate the confidence that in the scriptures that we read and the scripture that we listen to and completely accept. വളരെ ശാന്തമായാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആ ഭാഗം കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. I want to preach to you very carefully and quietly, and I trust I have every one of you listening. നമ്മുടെ വിശ്വാസ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആദ്യം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. When we go through our life of faith, we must have a certain confidence in us. ആ കോൺഫിഡൻസ് എന്താണ്? എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതായ ഒരു കോൺഫിഡൻസ് ആയിരിക്കണം നമുക്കുണ്ടായിരിക്കുന്നത്. And what is that confidence? That confidence basically speaks to us saying, no matter what happens in life, my Lord is with me. അത് നമ്മുടെ ആരോഗ്യമുള്ളത് കൊണ്ടല്ല, And it's not because of our health, നമുക്ക് വിദ്യാഭ്യാസമുള്ളത് കൊണ്ടോ പണമുള്ളത് കൊണ്ടോ അല്ല, and it's not because of our influence and wealth. ഏത് പ്രയാസമായാലും നമുക്കുള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എന്നെ എന്ത് ചെയ്യും? എന്നെ പരിപാലിക്കും. It is that no matter what happens in my life, my Lord will take care of me. Praise the Lord. ഇന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കടന്നു പോകുന്ന വിഷയം വേറെ, ഞാൻ കടന്നു പോകുന്ന വിഷയങ്ങൾ വേറെ. Today, as you take part in this service, you might be going through a certain set of issues, and I might be going through an entirely different set of issues. ശ്രദ്ധിക്കുക, നമ്മുടെ ഏത് വിഷയമായാലും ആ വിഷയത്തിൻ്റെ നടുവിൽ ഇറങ്ങുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന് ഈ സഭായോഗത്തിൽ നാം തിരിച്ചറിയണം. But you must realize that whatever troubles that you are going through, the Lord is able to come down and rectify your problems no matter what it is. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ, എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഞാൻ അവരെ ഇടറി വീഴിക്കുന്നു എന്നല്ലേ പറഞ്ഞു. അവരെന്ത് ചെയ്യും? ഇടറി വീഴും. ഇറ്റ്സ് ബൈ ഗാഡ്സ് ഹാൻഡ്. ദൈവത്തിൻ്റെ കരങ്ങളാൽ സംഭവിക്കുന്ന വിഷയമാണിത്. And that is why in verse 2 we read, when the wicked came against me to eat up my flesh, my enemies and foes, they stumbled and fell. David does not say that he will cause them to stumble and fall, but rather the Lord will cause them to stumble. നമുക്കറിയാം, ദാവീദ് രാജാവായിരുന്നു. രാജാവ് പ്രത്യേകിച്ച് തൻ്റെ ചുറ്റുമുള്ള അനേക രാജ്യങ്ങളെ പറ്റിയൊക്കെ പഴയ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാജ്യങ്ങളെല്ലാം ആരുടെ നേരെ നിന്നതാ? തൻ്റെ ദൈവത്തിൻ്റെ ഭക്തനായ ദൈവത്തിൻ്റെ അഭിഷക്തനെതിരെ പലപ്പോഴായി എന്തിനാണ് അണിനിരുന്നത്? തൻ്റെ ദൈവത്തിൻ്റെ ഭക്തൻ്റെ മാംസം തിന്നുവാൻ അല്ലെങ്കിൽ കൊന്നുകളയുവാൻ അവരെല്ലാം പലപ്പോഴായി പദ്ധതിയിട്ടതാ. ആ പദ്ധതിയെ എൻ്റെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. You have to remember, when you read these verses, that David was a king, and the neighboring kingdoms around him, many of them were his enemies. And we read many times that many of these kingdoms were his enemies, and they arrayed their armies against him to destroy him and eat up his flesh. But King David stood strong. ലോകം നിന്നെ പറ്റി എന്തു നിരൂപിക്കുന്നു, അവർ നിന്നെ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നത് വിഷയമല്ല എന്ന് ഈ വിശുദ്ധ വേദഭാഗം നമ്മെ എന്ത് ചെയ്യുക? പഠിപ്പിക്കുക. ദൈവം നിന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കൂ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. And that is why we have to remember that it does not matter what the world around you thinks about you, but rather it matters what the Almighty God thinks about you. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ദൈവത്തിലും നമ്മുടെ വിശ്വാസത്തിലും എന്ത് വേണം? We need to have a confidence. ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. And that is why we must have a complete confidence in our Lord and in the faith that we have in him. ദാവീദിന്റെ ജീവിതത്തിൽ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. So let me give an example from the life of David. ദാവീദ് സഹോദരന്മാരെ കാണാൻ വേണ്ടി ചെന്ന സമയത്ത് ഗോലിയാത്ത് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്നുകൊണ്ട് ഇസ്രായേൽ മക്കളെ എന്ത് ചെയ്യുന്നുണ്ട്? വെല്ലുവിളിക്കുന്നൊരു കാര്യമുണ്ട്. ഈ ഗോലിയാത്തിനെ പറ്റി പ്രകീർത്തിക്കുന്നത് അല്ലെങ്കിൽ ഗോലിയാത്തിനെ പറ്റി എഴുതിയിരിക്കുന്നത് നമ്മൾ കണ്ടാൽ ആ മനുഷ്യൻ്റെ ഒരു സൈഡിൽ പോലും നമ്മൾ എന്ത് ചെയ്യില്ല, നിൽക്കത്തില്ല. അതുപോലൊരു മനുഷ്യൻ, ഒരു രാജ്യത്തെ മുഴുവനും വിറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ, ഒരു രാജ്യം മുഴുവനും വെറും നോക്കിക്കൊണ്ട് നിൽക്കുന്ന നിസ്സഹായ അവസ്ഥയിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതാ അഭിഷക്തൻ ഇറങ്ങുകയാണ്. ശ്രദ്ധിക്കണേ,
ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയം എത്ര വലുതാണെന്ന വിഷയമല്ല, ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് നീ ആത്മാർത്ഥമായി വിശ്വസിക്കുക. നിൻ്റെ മുമ്പിലുള്ളതായ ഈ പർവ്വതം, നിൻ്റെ മുമ്പിലുള്ളതായ ഈ പ്രയാസം, അത് പരിപൂർണമായി തന്നെ അത് മാറിപ്പോകുവാനിടയായി തീരും. അതുകൊണ്ട് we need to have a confidence in your life. ഏത് കോൺഫിഡൻസാ? എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ജഡികമായൊരു കോൺഫിഡൻസ് അല്ല, എൻ്റെ ദൈവത്താൽ. അല്ലേ, നമ്മൾ പാട്ട് പാടുന്നുണ്ടല്ലോ, എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ. ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്ക വേണം ഇടയായി തീരണം. If we look into the life of King David, when he went to visit his brothers who were in the army, he saw Goliath the giant challenging the armies of Israel. Now, if you look at the physical description of Goliath given in the Bible, I'm sure none of you will have the confidence to stand against him. But when the anointed man of God, David, went to see his brothers, he was able to stand against Goliath, who was charging an entire army as the army of Israel looked on helplessly. Praise the Lord. Praise the Lord. ഈ സഭായം കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട വലിയൊരു കോൺഫിഡൻസ്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രവർത്തിക്കും. ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് മടങ്ങിപ്പോകണം. So just like that, when you come into the presence of the Lord, you should have, when you come into this worship, you should have a confidence that my Lord will act for me. ആമേൻ. രണ്ടാമത്തെ, അതിന്റെ 4ാമത്തെ വാക്യം വായിച്ചാണ്. Can we come to verse 4, please? ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അടുത്ത വാക്യം. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. മതിയേച്ചാ, ഇവിടെ പറയുന്നത് എന്താ? ഞാൻ യഹോവയോട് എത്ര കാര്യമാണ് നമുക്ക് പറയാൻ പറ്റുമോ? അത് എത്ര വിഷയം നമ്മൾ പറയും, നമുക്ക് തന്നെ ഓർമ്മയുണ്ടോ? ദാവീദ് പറയുകയാണ്, യഹോവയോട് ഞാൻ ഒരു കാര്യം ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും, ശ്രദ്ധിച്ചേ, എപ്പോഴൊക്കെയാ? എൻ്റെ ആയുഷ്കാലമൊക്കെയും, മരണം വരെ എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ആഴ്ച ഒരു ദിവസം വളരെ കഷ്ടപ്പെട്ടായിക്കൊണ്ട് വരുന്നേ. ആലോചിച്ചോണേ, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ആയുഷ്കാലമൊക്കെയും എനിക്ക് എവിടെ പാർക്കണം? യഹോവയുടെ ആലയത്തിൽ പാർക്കണം. ആ ഭക്തൻ്റെ ആഗ്രഹം നിങ്ങൾ യഥാർത്ഥമായും നമ്മൾ കാണണം അവിടെ. In verse 4 we read, "One thing I have decided of the Lord, that will I seek, that I may dwell in the house of the Lord all the days of my life, to behold the beauty of the Lord and to inquire in his temple." Here we can see King David preaching from the mind of a follower of the Lord, where he says, "I desire just one thing from you, and that is to dwell in your house and to behold your beauty for all my life." For many of you, you come here with difficulty for one day of the week, but King David desires to see the beauty of the Lord all of his life. ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ആദ്യം നിങ്ങളോട് പറഞ്ഞു നമുക്ക് എന്തുണ്ടാകണം? ആദ്യം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. Firstly, we must have a confidence in the Lord. രണ്ടാമത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു എന്താ പറയുക, ഇൻറ്റിമസി ഉണ്ടായിരിക്കണം. എന്താ പറയാനുള്ള വാക്ക്? ഒരു കൂട്ടായ്മ, ദൈവത്തോടൊരു അടുപ്പം, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാനിടയായിത്തീരണം. Secondly, we must have a sense of intimacy in our relationship with the Lord. There must be a feeling of togetherness when we are with the Lord. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞല്ലോ, നമുക്ക് വളരെ കഷ്ടപ്പെട്ടാണ് ഞായറാഴ്ച തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? വരുന്നത്. We come to worship the Lord one day of the week with great difficulty sometimes. It shows our interest. ഇത് നമ്മുടെ താല്പര്യത്തെയാണ് കാണിക്കുന്നത്. This shows the interest levels we have in worshiping the Lord. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ആത്മാർത്ഥത ആ ജോലിയിൽ നമുക്ക് കാണാൻ സാധിക്കും. From the way you do your work, do your secular work, you can see the interest you have in your work. ആമേൻ. ശരിയാണോ? Hallelujah. ശരിയാണോ? Is this true? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ജോലി ചെയ്യേണ്ടിയിട്ട് ചെയ്യുന്നവരുമുണ്ട്, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരുമുണ്ട്. There are many people who work for the sake of work, and then there are many people who work because they like to do their job. ആമേൻ, ആമേൻ. നമ്മുടെ സെക്യുലർ ഫീൽഡിലാകട്ടെ, ആത്മീയ ഫീൽഡിലാകട്ടെ, ഏത് ഫീൽഡിലുമാകട്ടെ, നമ്മൾ ചെയ്യുമ്പോൾ
ഹൃദയപ്രകാരം ചെയ്യുവാൻ ഇടയായിത്തീരണം. But no matter what you do, whether it is in the secular sphere of your life or in the spiritual sphere of your life, whatever you do it with the sincerity of heart. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുന്നുള്ളൂ. ഞാൻ പേരിന് ക്രിസ്ത്യാനി, പേരിന് യാഹാം ദൈവത്തെ യഹോവയെ സേവിക്കുന്നവനെന്ന് പറഞ്ഞ് ജീവിക്കുന്നവനല്ല. അദ്ദേഹം രാജാവാണെങ്കിലും ഉത്തരവാദിത്തങ്ങൾ പലതുണ്ടെങ്കിലും തൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എനിക്ക് യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. Here we see that David does not describe himself as a mere follower of the Lord or a follower in name only, but rather he describes himself as wanting to behold the beauty of the Lord all the time. മേരിയുടെയും മാർത്തയുടെയും കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. Everyone knows about Mary and Martha. അല്ലേ? രണ്ടുപേരും ദൈവത്തിൽ കർത്താവിനെ അറിയുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്. എങ്കിലും മേരിയെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് വാക്യങ്ങൾ എടുക്കുന്നില്ല, വായിപ്പിക്കുന്നില്ല. മേരി കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കുവാൻ എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടു, താല്പര്യപ്പെട്ടു. When we look into the life of Mary and Martha, both knew the Lord and both loved the Lord, but yet Mary desired to sit at the feet of the Lord and listen to him in a much more emphatic fashion. നമുക്ക് എല്ലാവർക്കും പ്രയോറിറ്റി ഉണ്ട് എല്ലാ കാര്യത്തിലും. We all have our different priorities in life. ഉണ്ടോ ഇല്ലയോ? Yes or no? നമ്മൾ പ്രയോറിറ്റി 1 അല്ലെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതിയാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് എത്രാമത്തെ പ്രയോറിറ്റി ആയിരിക്കുമെന്ന് നിങ്ങളത് പറയണ്ട. എനിക്കറിയാം നിങ്ങൾ പലരും പറയാൻ വെമ്പൽ കൊള്ളുന്നവരാണെന്ന് എനിക്കറിയാം. എങ്കിലും പറയണ്ട, നമ്മളറിഞ്ഞാൽ മതി. ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഒരു സെൽഫ് എക്സാമിനേഷൻ ആയിരിക്കണം. ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രയോറിറ്റി എത്രാമത്തെയാണ് ദൈവം എന്നുള്ളത് നാം ചിന്തിക്കുവാനൊക്കെ വേണം ഇടയായിത്തീരട്ടെ. Each and every one of you sitting here have a priority 1, 2, 3 in your life. So let us self-examine ourselves today and see where we have placed Lord in our priority list. നമ്മുടെ പിതാക്കന്മാരെ പറ്റി പഠിച്ചാൽ അവരെന്ത് ചെയ്താലും അതിൻ്റെ അകത്ത് ജനത്തോട് എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കണമെന്നുള്ളതായ ഒരു വലിയ ആഗ്രഹമാണ് അവരുടെ ഉള്ളിൽ കിടക്കുന്നത്. If we look into our spiritual forefathers, we can see that no matter what they did, they wanted to preach the gospel to the people around them. മുമ്പേ നാം പാടിയ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു വിശ്വാസ ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും ഈ പാരിടത്തിൽ വേല തീർത്ത് എന്ത് ചെയ്യണം? പറന്നു പോകാമെന്നൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു സുവിശേഷം മുഴുവനും ഇതിനകത്തുണ്ട്. ആ പാട്ടിൻ്റെ അകത്ത് നാം ജനിച്ചതേ വേല ചെയ്യാൻ വേണ്ടിയാണ്. ഏത് വേലയാ? കെയർ ഹോമിലെ അല്ല, ഹോസ്പിറ്റലിലെ അല്ല. അത് ഒരു സൈഡിൽ കൂടെ പൊക്കോട്ടെ. ഞാനും നിങ്ങളുടെ ഞാനും ഉണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ. നമ്മളെല്ലാം തുല്യ ദുഃഖിതരാ ആ വിഷയത്തിൽ. പക്ഷേ ശ്രദ്ധിക്കുക, കർത്താവ് വിളിച്ച വേല, ആ വേലയിൽ നമ്മൾ എന്ത് ചെയ്യണം? 100% ആത്മാർത്ഥതയുള്ളവരാണ് അല്ലെങ്കിൽ ആകണമെന്നുള്ളത് നാം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിഷയമാണ്. ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലോ നമ്മൾ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവോ എൻ്റെ ഭാര്യയോ സുഹൃത്തുക്കളോ ആഗ്രഹിച്ചെങ്കിൽ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ വേണ്ടാതെ വെക്കാമായിരുന്നു, എന്നെ കൊണ്ട് ഒക്കത്തില്ലെന്ന് പറയാമായിരുന്നു. പക്ഷെ കർത്താവ് നിന്നെ വിളിച്ചതിൻ്റെ പിന്നിൽ ഒരു പദ്ധതി ഉണ്ടെന്ന് നീ തന്നെ തിരിച്ചറിയുവാനൊക്കെ വേണം ഇടയായിത്തീരണം. We can see that from the calling that we have from the Lord, no matter what our secular occupation is, whether it be nursing or care home, what the job that you have been given by the Lord to do is something of preaching the gospel, is something that you have to take very seriously and to execute it faithfully. ഈ എന്താണ് ഇത് ദൈവത്തോ നമ്മൾ ആ പദവേതായിരുന്നു? ഇൻറ്റിമസി. ദൈവത്തോടുള്ള ഇൻറ്റിമസി എന്ന് പറയുന്നത് കേവലം നോട്ട് ദ പാർട്ട് ഓഫ് റിലീജിയൻ. നമ്മുടെ പെന്തക്കോസ്ത് തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ പെന്തക്കോസ് ഒരു മതമല്ല, അതൊരു മാർഗമാണ്. പെന്തക്കോസ്ത് മാർഗമാണ്. ഈ ക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നതും ഒരു സത്യം പറഞ്ഞാൽ ഒരു മാർഗമാണ്. നമ്മുടെ മനുഷ്യരെല്ലാം കൂടെ അതിനെ എന്താക്കി? മതമാക്കി മാറ്റി. ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഇൻറ്റിമസി എന്ന് പറയുന്നത് നമ്മുടെ പെന്തക്കോസ് മതത്തിൻ്റെ, അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, പെന്തക്കോസ് മതത്തിൻ്റെ എന്തല്ല ഒരു അല്ല ഒരു 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 ചടങ്ങല്ല എന്ന് നാം എന്ത് ചെയ്യണം? നാം തിരിച്ചറിയും. ഇറ്റ്സ് നോട്ട് എ സംതിങ്, ഇറ്റ്സ് നോട്ട് അവർ പ്രാക്ടീസ്. അതിനേക്കാൾ അപ്പുറമായി ഇൻറ്റിമസി എന്നുള്ള വാക്കിന് ഒരു പ്രോപ്പർ മലയാള പദം കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. അതിനപ്പുറമായി, എല്ലാത്തെക്കാളും ഉപരിയായി, അതാണ് നമ്മുടെ അദ്ദേഹം പറയുന്നത്. ആരാ? ദാവീദ് പറയുന്നത്, യഹോവയോട് ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? കണ്ടോ? അത് തന്നെ ഞാൻ
ആഗ്രഹിക്കുന്നു. അടുത്ത് പറയുകയാണ്, യഹോവയുടെ എന്ത് കാണാനാ? എനിക്ക് വിടുതലുകളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നുമല്ല, യഹോവയുടെ മനോഹരത്വം കാണുവാനും പിന്നെ അവൻ്റെ മന്ദിരത്തിൽ ആലയത്തിൽ കടന്നുപോയി ആരാധിക്കുവാനും. അടുത്ത് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ആ ആലയത്തിൽ ആരാധന നടക്കുന്ന ആലയത്തിൻ്റെ അകത്ത് തന്നെ എന്ത് ചെയ്യണം? പാർക്കണം. അത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന എന്നാണ് ദൈവം. ഇതിനെ ഏത് വാക്ക് കൊടുത്താണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? വിളിക്കേണ്ടത്. ഞാൻ വാക്കുകൾക്ക് വേണ്ടി ബുദ്ധിമുട്ടിയത്. ഏത് വാക്കാണ് നമ്മളിതിന് ദാവീദിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? അല്ലേ? ഇതുപോലൊരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പെന്തക്കോസ്ത് കുടുംബത്തിലായിരിക്കാം ജനിച്ചത്, ശാനപ്പെട്ട് കാണും. ആ സമയത്തെ നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ച കണ്ട് ദൈവം നമുക്ക് 4 അന്യഭാഷയുടെ മുറി തന്നു കാണും. അത് ഇപ്പോഴും 30-40 വർഷമായി നാം പറയുന്നുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് അതിനെപ്പറ്റിയല്ല, അതിനപ്പുറമായ രീതിയിൽ ദൈവത്തെ ഒന്ന് അറിയുവാനും ദൈവത്തെ ഒന്ന് സ്നേഹിക്കുവാനും. അല്ലേ? നമ്മുടെ ഭാര്യയെ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്കറിയാം, നമ്മുടെ കൂട്ടുകാരെ നമുക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെ, നമ്മുടെ പിതാക്കന്മാരായി കൈമാറി വരുന്ന നമ്മുടെ സ്വർഗത്തിലെ അപ്പനെ അറിയുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. So the intimacy that the Lord, that you need to show to the Lord, it is not a mere outward expression of a religious experience. It is not a religious expression of Pentecostalism or even Christianity, because Pentecostalism or Christianity is not a religion, but rather it is a lived experience and a way of life. So when you come to the Lord, the intimacy that you show him must come from the heart. And this is why King David says, I do not want a great miracles or all my desires met, but rather I want to see the beauty of the Lord till I take my last breath. And this should be the intimacy that we have from the Lord. I just want to compare how intimate you are with your spouse, with your friends, with all your relatives. A much greater degree of intimacy must be shown in the relationship you have with the Lord. അടുത്ത പോയിന്റിലേക്ക് വേഗത്തിൽ പോകേണ്ടതാണ്. എങ്കിൽ പോലും ഞാൻ പറയട്ടെ, നമ്മുടെ ഭർത്താവിന് എന്താണ് അവരുടെ ഇഷ്ടമെന്ന് നമുക്കറിയാം. You know what your husband likes. നമ്മുടെ ഭാര്യയ്ക്ക് എന്താണ് അവരുടെ ഇഷ്ടമെന്ന് നമുക്കറിയാം. You know what your wife likes. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഇഷ്ടം, എന്താണ് ഇഷ്ടമല്ലാത്തത് നമുക്കറിയാം. You know the likes and dislikes of your kids. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഇത്രയും വർഷമായിട്ട് സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ഒരു വലിയ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. Today I want to pose a question before you, my brothers and sisters in Christ. Do you know the plans and the likes and dislikes of the Lord that you serve? പരാജയപ്പെട്ട ഒരു ക്രിസ്ത്യാനിയായി ദൈവത്തിന് മുമ്പിൽ നാം നിൽക്കുവാൻ പാടില്ല. You must not stand before the Lord as a failed Christian. നമ്മൾ പരാജയപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. The Lord does not want you to fail. ഈ ദിവസങ്ങളിൽ തമ്പുരാന്റെ അപ്പന്റെ ഇഷ്ടം തിരിച്ചറിയുവാനിടയായി തീരട്ടെ. Today you must sound out the will of the Lord your Father. അതിന്റെ മൂന്നാമത്തെ അവസാന ആദ്യത്തെ ഭാഗം ഞാൻ എന്താ പറഞ്ഞത്? എന്ത് വേണമെന്നാ പറഞ്ഞേ? കോൺഫിഡൻസ് വേണം. രണ്ടാമത് ഞാൻ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞ ഭാഗം എന്താണ്? Intimacy. ഒരു ഇൻറ്റിമസി വേണം. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്താണ്? 27-ാമത്തെ സങ്കീർത്തനം 13-14 വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. Let's go to verse 13 of Psalm 27. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. I would have lost heart unless I had believed that I would see the goodness of the Lord in the land of the living. Wait on the Lord, be of good courage, and he shall strengthen your heart. Wait, I say, on the Lord. ഈ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എന്താണ്? അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം എന്താണ്? യഹോവയുടെ നന്മ നമ്മൾ എന്ത് ചെയ്യും? കാണും. ആ ഒരു കോൺഫിഡൻസ് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകണം. Here, you must believe that you will see the goodness of the Lord in the land of the living, and you must have that confidence in yourselves as you depart from this place of worship. ഞാൻ മൂന്നാമത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. We have to wait, we have to tarry. നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിപ്പാൻ നമ്മിടയായി തീരണം. So this is the third item that I want to focus today, which is that you must be capable of waiting and tarrying on the Lord for him to act in your life. ശ്രദ്ധിക്കുക, നാം എന്ത് ചെയ്യണം? മൂന്നാമത്തെ പോയിന്റ്, ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം? We have to tarry, we have to നമ്മൾ ദൈവസന്നിധി കാത്തിരിപ്പാൻ തക്ക വേണം ഇടയായി തീരണം. We must be able to wait and tarry upon the Lord. ശ്രദ്ധിക്കുക, അവിടെ പറയുക യഹോവയിൽ എന്ത് ചെയ്യുക? എല്ലാവരും ചേർന്ന് ആ വാക്യം ഒന്ന് വായിക്കാമോ?
യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. അടുത്ത ഭാഗം പറയാണ് ധൈര്യപ്പെട്ടിരിക്കുക. ചേർന്ന് വായിച്ചാട്ടെ, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. Here you are told in no uncertain terms to wait on the Lord and to be of good courage. ഈ ഭാഗം വായിച്ചപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ നോട്ട് ചെയ്തൊരു ഭാഗമുണ്ട്. ജോസഫിന്റെ ജീവിതമാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഓടി വന്നത്. As I read these verses this morning, there is a passage, a biblical passage that sprang to my mind, which is the life of Joseph. ജോസഫിന്റെ ജീവിതത്തിൽ രാവിലെ ഞാൻ ചിന്തിച്ചപ്പോൾ വേഗത്തിൽ 3 കാര്യം ഓടി വന്നു. ഒന്ന്, താൻ സ്വന്തം സഹോദരങ്ങളാൽ വിൽക്കപ്പെട്ടവനാണ്. 3 things sprang to my mind. Firstly, he was sold by his own brothers. ശ്രദ്ധിക്കുക, തൻ്റെ ജീവിതത്തിൽ താൻ രണ്ടാമത്തെ ഭാഗം എനിക്ക് ഓടി വന്നത് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടവനായിരുന്നു. Secondly, he was put in prison. മൂന്നാമതായിട്ട് എല്ലാവരാലും മറന്നുപോയവനാണ് ആര്? ജോസഫ്. Thirdly, he was forgotten by everyone. പ്രൈസ് ദി ലോർഡ്. നല്ല ചോദിക്കാം, നമ്മൾ ഏതായാലും അത്രയൊന്നും ചെയ്തിട്ടില്ല, പോയിട്ടില്ല. ആ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഇപ്പോഴും ആൾക്കാർ നമ്മളെ ഓർക്കുന്നുണ്ട്. കുറ്റം പറയാനില്ല, അവർ നമ്മളെന്ത് ചെയ്യും? ഓർക്കാറുണ്ട്. ജയിലിൽ പോയിട്ടില്ല. പോയിട്ടുണ്ടോ? പോയിട്ടില്ല. പിന്നെ ആദ്യം എന്താ പറഞ്ഞേ? ആദ്യം പറഞ്ഞത് സ്ലേവറി, അതിന് അടിമത്തത്തിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ഇത് പറയുന്നില്ല. പാപത്തിൻ്റെ അടിമത്തം, പിന്നെ വേറെ ഒന്നുകൊണ്ട് അടിമത്തം ഉണ്ട്. നിങ്ങളോട് പറയുന്നത് നിങ്ങളോട് വേണം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു അടിമത്തത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അതായത് ലിറ്ററലി ഉള്ള അടിമത്തത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. So if you look into our own lives, no matter what you're going through, you have not gone to the extent that Joseph has. You've not been sold into physical slavery. You have not been put in prison, and people at least remember you, even if it is just to criticize you. അടിമത്തം, ജയില്, ലോകം മൊത്തം തന്നെ മറന്നു. എൻ്റെ സ്വന്തം സഹോദരങ്ങൾ മറന്നു. വീട്ടിലിപ്പോൾ ജോസഫിനെ പറ്റി ആരും എന്ത് ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. കാരണം എന്താ? പാസ്റ്റ് ഈസ് പാസ്റ്റ്. പാസ്റ്റ് ഈസ് കഴിഞ്ഞതെല്ലാം പോയി, എല്ലാം അവസാനിച്ചു. നിന്റെ ദർശനത്തെ ഒരിക്കലും എത്ര വ്യക്തികൾ നമ്മളെ അടിമകളാക്കാൻ നോക്കിയാലും നിന്റെ ദർശനത്തെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അടിമയാക്കി വെക്കാൻ പറ്റത്തില്ല. നീ എത്ര വ്യക്തി ജീവിതങ്ങൾ നിന്റെ ജയിലിൽ അടയ്ക്കാൻ നോക്കിയാലും നിന്റെ ദർശനത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജയിലിലാക്കാൻ കഴിയുകയില്ല. ശ്രദ്ധിച്ചോണേ, എത്ര സഹോദരങ്ങൾ, എത്ര ആൾക്കാർ നിന്നെ മറന്നു പോയെന്ന് നീ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്നെ ഉയർത്തേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് കർത്താവ്, നീ എവിടെയാണെങ്കിലും, അത് UK-യിലായിക്കൊള്ളട്ടെ, നാട്ടിലായിക്കൊള്ളട്ടെ, എവിടെയാണെങ്കിലും ദൈവത്തിന് നിന്നെ ഉയർത്താൻ പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം നിന്നെ എന്ത് ചെയ്യും? ഉയർത്തിയിരിക്കും. അത് തമ്പുരാന്റെ വാക്കാണ്. ഈ വചനം നമുക്ക് തരുന്ന ഒരു അഷ്വറൻസ് ആണ്. So when Joseph faced these issues in life, he was put in prison, but his vision could not be put in prison. He was sold into slavery, but his vision could not be made slave to anyone. So just like that, when you go through troubles, the vision that the Lord has given you cannot be contained. And when the appointed time comes, the Lord will raise you up, no matter where you are, whether you are in UK or in India or some other place. Whatever you do, the Lord will raise you up at the right time. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സകല കാര്യത്തിലും ദൈവത്തിന് പദ്ധതിയുണ്ട്. Whatever the Lord has planned for you, He has a good and perfect plan in your life. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയട്ടെ, എന്നെക്കുറിച്ച് ദൈവിക പദ്ധതിയുണ്ട്, നിങ്ങളെപ്പറ്റി ദൈവിക പദ്ധതിയുണ്ട്. ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരെ പറ്റിയും ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ നാം ഈ ദിവസങ്ങളിൽ ദൈവഹിതപ്രകാരം ഏൽപ്പിച്ചു കൊടുത്താൽ ആ പദ്ധതിയിലേക്ക് കടന്നു വരുന്നതിന് ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. So my brothers and sisters, as you listen to me, I want you to understand that God has a plan for you in your life, and God has a plan for every single person in this world. And when you come to the presence of the Lord will execute His plans at the appointed time. ഈ സങ്കീർത്തനം കൺക്ലൂഡ് ചെയ്യുന്നത്, അവസാനിപ്പിക്കുന്നത് വളരെ ശക്തമായ ഒരു മെസ്സേജ് നമുക്ക് തന്നുകൊണ്ടാണ്. So this psalm concludes with a powerful message. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഇത് ഓൺലൈൻ വഴിയായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെയുള്ളൊരു മെസ്സേജാണ്. എന്താ ചോദിച്ചാൽ, യഹോവയിൽ നീ എന്ത് ചെയ്യണം? നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന എന്താണ് ആ ദൈവത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കണം. അടുത്ത പറയുകയാണ്, പ്രത്യാശ വെച്ചാൽ മാത്രം പോരാ, നിന്റെ ഹൃദയത്തിലെ ഭയത്തെ എടുത്തു മാറ്റി ധൈര്യത്തോടെ ഇരിപ്പാനൊക്കെ ഇടയാത്തിരണം. അടുത്ത പറയുകയാണ്, നിന്റെ ഹൃദയം എന്താ, ചഞ്ചലിക്കാൻ പാടില്ല, അത് ഉറച്ചിരിക്കുവാനൊക്കെ വണ്ണം ഇടയാകണം. അവസാനം വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, അതേ യഹോവയിൽ എന്ത് ചെയ്യണം? പ്രത്യാശ വെക്കണം.
So, whether you're listening to me right here or online, I want you to understand the conclusion of the psalm. Firstly, we must be willing to wait on the Lord for Him to execute His plan. And secondly, while we wait, we must be of good courage. Thirdly, we must not waver in our heart, but rather strengthen our own heart. And finally, the psalmist concludes by exhorting us once again to wait upon the Lord. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനത്തിന്റെ ഓരോ വാക്യങ്ങളും ഓരോ മെസ്സേജുകളാണ്. Here, every single verse of the psalm contains a message. ഇത് മുഴുവനും നമ്മൾ വായിക്കേണ്ടതായുള്ളത് കൊണ്ട് ആണ് ഞാനിത് 3 പോയിന്റിൽ മാത്രം ഒതുക്കിയത്. Because we do not have the time to dissect each and every verse, I have restricted myself to just 3 words. ഞാൻ 3 പോയിന്റുകളാണ് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളോട് പറഞ്ഞത്. ഒന്നാമതായി നമുക്ക് എന്ത് വേണം? First, കോൺഫിഡൻസ് വേണം. firstly, we must have confidence. രണ്ടാമത് നമുക്ക് എന്ത് വേണം? Secondly, what should we have? ഇന്റിമസി വേണം. We must have intimacy. മൂന്നാമത് നാം ചെയ്യേണ്ടത് എന്താണ്? What should we do thirdly? We have to tarry. We have to wait. നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം എന്ത് ചെയ്യണം? കാത്തിരിക്കുവാനൊക്കെ വേണം ഇടയായി. We must wait on the Lord for His plan to execute. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒന്നുകൂടെ ഒരു മാനസാന്തരത്തിന് 3 അവസ്ഥയുണ്ട്. എന്താണ്? ഒരിക്കൽ നമ്മൾ എന്ത് ചെയ്തു? ഹലോ, മാനസാന്തരപ്പെട്ടൊരു സ്തോത്രം പറഞ്ഞേ. Praise the Lord. നിങ്ങൾ കേൾക്കാനില്ല. മാനസാന്തരപ്പെട്ടൊരു സ്തോത്രം പറഞ്ഞേ. So today you must have an experience of renewed repentance in your life. ഒരിക്കൽ And as you know, repentance has 3 stages. ഒരിക്കൽ നമ്മൾ എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. You had an initial repentance or a saving experience. അല്ലെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ടു. You repented. രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് നമ്മൾ ദിവസവും എന്ത് ചെയ്യണം? പറഞ്ഞേ. മാനസാന്തരപ്പെട്ടുകൊണ്ടേ മൂന്നാമതായിട്ട് രക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ട്. അത് കർത്താവിൻ്റെ വരവെങ്കിലാണ്. Secondly, you must have a day-to-day continued repentance in your life, and finally, you will have a saving experience at the glorification of the Lord. അവസാനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മെസ്സേജ് ഇതാണ്. നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നു? വേഗം വരുന്നു. ഈ ദിവസം നമുക്ക് ഒരുങ്ങാം. കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് ചേർക്കപ്പെടാം. കർത്താവ് നമ്മൾ നല്ലമായി സഹായിക്കുമാറാകട്ടെ. And I want to conclude my message by saying that our Lord is coming quickly, and let us prepare ourselves to meet Him. May the Lord bless us by these words.